എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫോർത്ത് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ നാളെ അവസാനിക്കും. അതായത് സെപ്റ്റംബർ 5-ാം തീയതി അവസാനിക്കും. ഫോർത്ത് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. സെപ്റ്റംബർ 7-ാം തീയതിയാണ് ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുന്ന വിദ്യാർത്ഥികളെ മാത്രമേ പിന്നീട് വരുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ മറ്റും പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് പിന്നീട് വരുന്ന അതായത് ബാക്കി സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് വഴി സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓൾറെഡി വെബ്സൈറ്റിൽ 19-ാം തീയതിയോടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷനുകളെ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ. അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഓപ്ഷൻസ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഉള്ള ഓപ്ഷനുകളെ മാത്രമേ ഈ ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റിനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശപ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് AMCS FNCKയിൽ അംഗങ്ങളായിട്ടുള്ള കോളേജിൽ ഇനിയും ഒഴിവുള്ള സീറ്റിലേക്കും പ്രവേശനം ക്യാൻസൽ ചെയ്യുന്നത് കാരണം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുമായിട്ട് ഈ ഒരു സെപ്റ്റംബർ 7-ാം തീയതി 4-ാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. ഇതിലേക്കായിട്ട് നിങ്ങൾക്ക് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അതായത് 2024 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും എന്നാൽ മുൻപ് നടന്ന ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം ലഭിച്ചിട്ടില്ലാത്തവരുമായ അപേക്ഷകർ 31-ാം തീയതി മുതൽ ഈ ഒരു സെപ്റ്റംബർ 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് നിങ്ങളുടെ കോളേജ് ഓപ്ഷനുകളുടെ രജിസ്ട്രേഷൻ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കോളേജ് ഓപ്ഷനുകൾ കൺഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അപേക്ഷകർക്ക് നിങ്ങളുടെ നേരത്തെ നൽകിയുള്ള ഓപ്ഷൻസ് പുനഃക്രമീകരിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയുള്ളതിൽ ഏതെങ്കിലും കോളേജ് ഒഴിവാക്കുന്നതിനോ അവസരമുണ്ട്. അതുപോലെ ഇപ്രകാരം ഓൺലൈനായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പുതുതായിട്ട് കൺഫർമേഷൻ ചെയ്തവരായി മാത്രമാണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു 4-ാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റും തുടർന്ന് ഈ ഒരു കോളേജുകളിൽ ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിലേക്കുമുള്ള ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾ നടത്തുക. അതായത് ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫോർത്ത് അലോട്ട്മെൻറ്റിന് ശേഷം വരുന്ന വേക്കൻസിയിലേക്ക് നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുള്ളൂ, ഇല്ലെങ്കിൽ പരിഗണിക്കുന്നതല്ല. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടും എന്ന് ഉറപ്പുള്ള കോളേജിൽ മാത്രം ഓപ്ഷൻ നൽകുക. അതുപോലെ 31-ാം തീയതി മുതൽ സെപ്റ്റംബർ 5-ാം തീയതി വരെ ഓൺലൈനായിട്ട് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിച്ച് ഓപ്പൺ മെറിറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സെപ്റ്റംബർ 7-ാം തീയതിയോടെ 4-ാമത്തെ ഓൺലൈൻ അലോട്ട്മെൻറ്റ് അസോസിയേഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള AMCSFNCK.com വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 9-ന് രാവിലെ 9 മണിക്കും സെപ്റ്റംബർ 11-ന് വൈകുന്നേരം 3 മണിക്കും ഇടയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് ഈ ഒരു സെപ്റ്റംബർ 9-നും അതുപോലെ 11-നും ഇടയിൽ 11-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെത്തി ഫീസ് അടച്ച് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു സമയക്രമം കൃത്യമായിട്ട് പാലിക്കുക. അതായത് ഈ ഒരു സെപ്റ്റംബർ 9-ാം തീയതി രാവിലെ 9 മണി മുതൽ സെപ്റ്റംബർ 11-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഫോർത്ത് അലോട്ട്മെൻറ്റിലും പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലും പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.